ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ഗേൾസ് ഗ്യാങ്ങിനെ ഒരുമിച്ച് ഇന്റർവ്യൂ എടുക്കുന്നത്. അതിന്റെ ഒരു എനർജി എന്താ ഇത്ര നേരം ഉണ്ടായിരുന്ന എനർജി എവിടെ പോയി? ഓരോന്നായിട്ട് ചോദിക്കും, നമുക്ക് പുറത്തിറക്കാം. ക്യാമറ ഓൺ ആകുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ പോസ്റ്റ് എടുത്തതാണ്. നമ്മളന്ന് കുറച്ചു നേരത്തേക്ക് ഡീസന്റ് ആയതാണ്. കുറച്ചു നേരത്തേക്ക് തനി സ്വഭാവമൊക്കെ പുറത്തോട്ട് വരട്ടെ. എല്ലാരും ഇങ്ങനെ പറയുകയാണെങ്കിൽ മമ്മൂക്കയുടെ കൂടെ ഓരോരുത്തരും എന്താ പറയാ, നമ്മുടെ കരിയറിന്റെ നല്ലൊരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? നല്ല ബെസ്റ്റ് പാട്ട് എന്ന് പറയണം. അപ്പൊ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ലൈക്ക് ഹൗ ഡു യു ഫീൽ നൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഈ ഉരുട്ടി ഉരുട്ടി മലമുകളിൽ എത്തിയിട്ട് ആ മലമുകളിലെ വ്യൂ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു ഫീൽ ഇല്ലേ, അതുപോലത്തെ ഒരു നല്ല കുളിർമയുള്ള ഒരു സ്ഥലത്ത് ഞാൻ എത്തി നിൽക്കുകയാണ്. അവിടെ ഞാൻ വളരെ നല്ലൊരു ചായയൊക്കെ കുടിച്ച് ആൾക്കാരെന്നെ നോക്കുന്നതൊക്കെ ആസ്വദിച്ച് ഞാൻ അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഒന്ന് ആസ്വദിച്ച് നിൽക്കുകയാണ് കുറച്ചു നേരം. ഈ ഹൗ ഡു യു ഫീൽ എന്നുള്ള ക്വസ്റ്റ്യൻ പലരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും കിടിലനായിട്ട് അവർ ഫീൽ റൈറ്റർ ആയതുകൊണ്ട് എനിക്ക് ഇന്റർവ്യൂ എടുക്കുന്ന സംഭവത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ. പിന്നെ അപ്പൊ ആ ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു ഫീൽ അല്ലേ? അതെ അതെ അതെ, ഭയങ്കര സന്തോഷം. വളരെ. അതെ, ഇവിടോട്ട് വരാണെങ്കിലോ ആ ഒരു ഫീൽ ഇവിടെ എങ്ങനെയാ ഇംപ്ലിമെന്റ് ചെയ്തത്? ഭയങ്കര രസമുണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ ചിരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതുവരെ ഭയങ്കര ഓരോ വർക്ക് വരണു. ഇപ്പൊ കഴിഞ്ഞ പാതിരാത്രി മൂവി ചെയ്തു. അപ്പൊ ഓരോ മൂവി ചെയ്യുമ്പോഴും നമ്മുടെ ക്യാരക്ടർ ആളുകൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നല്ലേ. അപ്പൊ അത് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാരും അറിയണം, ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു മൂവിയുടെ പാർട്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര രസമല്ലേ. അതെ, കബനി ആ പേര് തന്നെ എന്ത് രസാ. ആരിട്ട പേരാ കബനി എന്നുള്ള പേര്? അതെ, ശരിക്കും പറഞ്ഞാല് മമ്മൂക്കയുടെ കൂടെ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സീനെങ്കിലും, എന്നാലും നമുക്ക് എല്ലാവർക്കും മെമ്മറബിൾ ആയിട്ടുള്ള സീൻസ് ആണ്. നമ്മുടെ ഒരു പ്രൊഫൈലിലെ ഒരു കിടിലൻ ഒരു സംഭവം അല്ലേ? ഇപ്പൊ പറയാനാണെങ്കിലും ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തു. പേടിയുണ്ടായിരുന്നോ ശരിക്കും? ദൃശ്യം 2 മുതല് പ്രേമലു വരെ ഹിറ്റ് 15 മൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. 15 ചായ കുടിച്ചിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. 15ാമത്തെ ചായ കുടിച്ചപ്പോഴാണ് ദ പ്രോപ്പർ ഐ ഹാഡ് എ ടീ എന്നുള്ള ഫീലിംഗ്. അതാണ് കറക്റ്റ് ഫീൽ പറഞ്ഞത്. എല്ലാരും എഴുത്തുകാരികൾ കൂടിയാണല്ലോ. അങ്ങനെയല്ല, 15ാമത്തെ ചായയിലാണ്. അതെ, ശരിക്കും ചായ കുടിച്ചൊരു ഫീൽ. ലാലേട്ടൻ പറയുന്ന പോലെ ഉയരം കൂടുന്തോറും കളങ്കാവൽ വന്നു മധുരം വരാനായിട്ട്. എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നോ? നല്ല പേടിയുണ്ടായിരുന്നു. പേടിയെന്ന് വെച്ചാല് അഭിനയിക്കുന്നതിന്റെ പേടിയല്ല, നമുക്ക് എന്ന് പറയുമ്പോൾ കുറച്ചൊരു സീരിയസ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ആളെ പോലെയല്ലേ നമുക്ക് ഫീൽ ചെയ്യാം, കേട്ടിട്ടുള്ളത് നമ്മൾ. അപ്പോ അദ്ദേഹം വരുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ടെൻഷൻ. പിന്നെ സെറ്റൊക്കെ ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലന്റ് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുമായിരിക്കും. അപ്പോൾ അത് തന്നെ നമുക്ക് ആ ഒരു ബിൽറ്റ് തന്നെ നമുക്കൊരു, കാരണം എൻ്റെ ഒരു ക്ലോസ്ഡ് റൂമിനകത്താണല്ലോ, അപ്പൊ നമുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ പൊസിഷൻ ചെയ്തിരുത്തേക്കുന്നു, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ. പക്ഷെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊന്നും ആൾക്കറിയാമല്ലോ, ദൂരം വരൂടെ ചെയ്തിട്ടുള്ള ആളാണ്, നമുക്ക് ടെൻഷൻ ഉണ്ടെന്ന് പേടിയുണ്ടെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരുന്നു. പിന്നെ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മമ്മൂക്കാന്ന് വിചാരിക്കുന്നില്ല. എന്നോടൊരു പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പേര് ഞാൻ ആലോചിച്ചു. ഞങ്ങളോട് പലരോടും പുള്ളി പല പേരാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ആ ഒരു പേര് മാത്രം ആലോചിച്ച് അഭിനയിച്ചു. ആ സമയത്ത് മമ്മൂക്കയൊന്നും മൈൻഡിലില്ല, ഈ ആളാണ് മമ്മൂക്ക മൈൻഡിലായാൽ നമുക്ക് അഭിനയിക്കാനേ പറ്റത്തില്ല. ഞാൻ ദൃശ്യം ചെയ്ത സമയത്ത് ആദ്യത്തെ എന്റെ സിനിമയുടെ 1ാമത്തെ ഷൂട്ട് ലാലേട്ടന്റെ ഓപ്പോസിറ്റ് ആണ്. ആദ്യത്തെ സീൻ. അപ്പൊ എന്നോട് സാറ് പറഞ്ഞു, എന്തെങ്കിലും എനിക്ക് ടെൻഷൻ വരികയാണെങ്കിൽ ജോർജ് കുട്ടിയാണെന്ന് വിചാരിച്ചോളാൻ പറഞ്ഞു. അതുവരേക്ക് സിനിമയിൽ ഫോളോ ചെയ്യുന്ന ആളാണ്. ഈ പറഞ്ഞ പോലെ അദ്ദേഹം വന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. മമ്മൂക്കയോടുള്ള റെസ്പെക്റ്റും ആ ഒരു ഫാൻ ഗേൾ സംഭവം ഒക്കെ മൈൻഡിൽ കിടക്കുമ്പോൾ അത്രയും അതികായന്മാരായ അഭിനേതാക്കളല്ലേ അവര്, ചക്രവർത്തിമാരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അവർക്കൊരു ബുദ്ധിമുട്ടാവും, നമുക്കൊരു ചിന്ത വരും. അപ്പൊ നമ്മൾ ഏറ്റവും ഈസിയാന്ന് പറഞ്ഞ് നമ്മുടെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആണെന്ന് വിചാരിക്കുന്ന അത്രയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല്, ഞാൻ ആക്ച്വലി നമുക്ക് ഈ മൂവി നമ്മുടെ പണ്ടേയുള്ള ആഗ്രഹമാണല്ലോ. പക്ഷെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു വിഷമമുള്ള ഒരു സ്റ്റേജ് എത്തി. അതായത് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഇനി ഈ ഫീൽഡ് വേണോ എന്നുള്ളൊരു തോട്ടൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി മൂവി വേണ്ട, നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം എന്നുള്ളൊരു സ്റ്റേജിലാണ് എനിക്ക് കളങ്കാവൽ വരുന്നത്. അപ്പൊ കളങ്കാവൽ വന്നപ്പോ എനിക്ക് കിട്ടിയ ഒരു ആൾക്കാർ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ഇത്രയും റീച്ച്, ഇത്രയും വലിയൊരു സക്സസ് ആയ ഒരു മൂവിയുടെ ഭാഗമാവാൻ പറ്റി, അത് മമ്മൂക്കയുടെ കൂടെ.
അപ്പൊ ഇതൊക്കെ വന്നപ്പോ നമ്മൾ പറയില്ലേ ഡെസ്റ്റിനി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഫീൽ. അപ്പൊ ഒരു സെക്കൻഡ് ലൈഫ് കിട്ടിയ പോലത്തെ ഒരു ഫീലാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം അത് ലൈഫിൽ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതുണ്ട്. നമ്മൾ വേണ്ട ഇനി വേറെന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു അതും എനിക്ക് അങ്ങനെ മമ്മൂക്കയുടെ കൂടെ ഒരു റോൾ ഉണ്ട് വാ എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല എന്നെ വിളിക്കുന്നത്. ഒരു സിനിമ നടക്കുന്നുണ്ട്, ഒന്ന് ലൊക്കേഷനിലോട്ട് വന്ന് നോക്കൂ. ഒന്നും അറിയില്ല. എനിക്കറിയില്ല മമ്മൂക്കയുടെ കൂടെയാണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഒരു റോളാണ് ചെയ്യാൻ പോകുന്നതൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടി കമ്പനിയുടെ ആണെന്ന് അറിയാം, കാരണം വിളിക്കുന്നത് മമ്മൂട്ടി കമ്പനിന്നാണ്. അപ്പൊ ഞാൻ ഡൊമിനിക്കിൽ ഒരു ക്യാരക്ടർ ചെയ്തതുകൊണ്ട് നമ്പർ ഉണ്ട്. അപ്പൊ അവര് വിളിക്കും, ഒന്ന് ലൊക്കേഷനിലോട്ട് വന്ന് നോക്കൂ എന്ന് പറയുന്നു. പോകുമ്പോ ഞാൻ ഫസ്റ്റ് കണ്ടത് സുഹാനെന്നെയാണ്. അപ്പം ആളെ പരിചയപ്പെട്ടു. അപ്പൊ ആള് പറയുന്നുണ്ട് ഇങ്ങനെ, ഞാൻ പരിചയപ്പെട്ടപ്പോ മമ്മൂക്കയുടെ കാമുകിയായിട്ടാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഓ ലക്കി ഗേൾ, അതെനിക്ക് ഉള്ളിൽ ചെറിയൊരു കുത്തുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പുറത്ത് കാണിക്കാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നെക്സ്റ്റ് ആണ് ഞാൻ അറിയുന്നത് ഞാനും കാമുകിയാണ് എന്നുള്ളൊരു കാര്യം. അപ്പൊ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു സ്റ്റേജിൽ ഒരു സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിച്ച, വളരെ വേദനയോട് സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചൊരു കാര്യം, ഞാനൊരു കൈൻഡ് ഓഫ് ഡിപ്രഷൻ എന്നുള്ള വാക്കൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം അതൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ള വാക്കാണ്. പക്ഷെ ഒരു സമയത്ത് ഒരു സെക്കൻഡ് ലൈഫ് കിട്ടിയ പോലെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടിരുന്ന സമയത്ത് അതെ അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അതെ, നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ കാമുകിയാണ് പറഞ്ഞില്ലേ. അപ്പം സുഹാനയുടെ വിചാരം സുഹാന മാത്രമാണെന്നാണോ ശരിക്കും? ഞാൻ ഈ കഥ ഇങ്ങനെ ഒരു അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മനസ്സിലാക്കി. ഞാൻ ചെറിയൊരു ഡിറ്റക്റ്റീവ് അവിടുന്ന് ഇവിടുന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ വിചാരിക്കുന്നു ഓക്കെ ഒരു 4-5 പേര് കൂടിപ്പോയ കാര്യം 21 പേരും ഞാൻ എന്നോട് 8 പേരെന്നേ പറഞ്ഞോളൂ. ഓണസ്റ്റ്ലി എന്നെ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് 8 പേരുണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ അല്ല, ഞാൻ വിചാരിച്ചത് കട്ട് ചെയ്ത് പോകുന്ന, കാരണം ഡയലോഗ്സ് അങ്ങനെയാണ്. ആ ഡയലോഗിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ മൂവിയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല എനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്കറിയാം അത്ര ഭാഗമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഇവരൊക്കെ കുറെ കാമുകിമാരായിട്ടുണ്ട് അവിടെ. അപ്പൊ ഇത് കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം എന്റെ മൈൻഡിലുണ്ട്. പിന്നെ മൂവിയുടെ ഒരു നമ്മള് 24-ലല്ലേ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ മൂവി റിലീസ് ആവുന്ന എന്നുള്ള ന്യൂസ് ഒക്കെ വരുന്ന തുടങ്ങിയപ്പോ ഞാൻ പതിയെ ജിതിൻ ചേട്ടൻ ഒന്ന് വിളിച്ചു. ഞാനുണ്ടോ അതില്, ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടോട്ടെ. അവന് റിപ്ലൈ ഇല്ല. പിന്നെ എന്നോട് പറഞ്ഞു ഉണ്ട്, ചെയ്ത ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് 2 ഷോ ഓഫ് ഒക്കെ ഇറക്കി. കാതറിൻ അടുത്ത കാമുകി ഞാനൊന്ന് ഒരു സ്റ്റെപ്പ് ക്രോസ് ചെയ്തു. ഒന്ന് അപ്ഗ്രേഡഡ് ആണ്. അതെ, സെറ്റിൽ ഈ പറഞ്ഞ പോലെ എനിക്കൊരു 4-5 പേരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ലുക്ക് ടെസ്റ്റിന് പോയ സമയത്ത് അവിടെ മമ്മൂക്കയുടെ ഭാര്യയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പിന്നെ ത്രിവേദ, ഒരു അവര് പോലീസ് ക്വാർട്ടേഴ്സിൽ ചെല്ലുമ്പോ മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, ആളുണ്ടായിരുന്നു. പിന്നെ നിസ അല്ലേ, നിസ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പേരെ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ സെറ്റിൽ എത്തുമ്പോ തന്നെയാണ് എൻ്റെ അടുത്തും ഞാനും അറിയുന്നത് ഒരു കല്യാണം കഴിക്കുന്ന സീനാണെന്ന് പറഞ്ഞു. പക്ഷെ ആരേ എന്നുള്ളത് അപ്പോഴും ഇല്ല. അപ്പോഴും ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ആരോ പാസ് ചെയ്ത് പോകുന്നതിന്റെ കൂട്ടത്തില് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പോയി, മറ്റേ മമ്മൂക്കയുടെ താലി കെട്ടുന്ന സീനിലേക്കുള്ള കൊച്ചാണ്. ഞാൻ മറ്റേ ആരെ എന്താ പറഞ്ഞേ, ഭയങ്കരമായിട്ട് ലഡുപൊട്ടി. അപ്പോഴും നമ്മുടെ മൈൻഡിൽ മറ്റേ മമ്മൂക്ക താലി കെട്ടുന്നു എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഭാര്യയാണ്, നായികയാണ്, ഇനി കൂടുതലൊന്നും അറിയണമെന്നില്ല. അങ്ങനെ ഞാൻ ക്യാരവനിൽ ചെന്ന് റെഡി ആവുന്ന സമയത്ത് മമ്മൂക്കയുടെ ഭാര്യയായിട്ട് ആക്ട് ചെയ്യുന്ന ആ ചേച്ചി റെഡി, ആ ചേച്ചി അത് മമ്മൂക്കയുടെ ഭാര്യയാണെന്ന്. ഞാൻ മമ്മൂക്കയ്ക്ക് 2 ഭാര്യ, അത് കഴിഞ്ഞിട്ടാണ് ത്രിവേദന കാണുന്നത്. അപ്പൊ ത്രിവേദ ഇത് തന്നെ കാമുകിയാണ്. ഇത് കഴിഞ്ഞ് നിസാനാണ്, നിസ ഞാനും കാമുകിയാണ്. സ്റ്റോറി ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് എന്നുള്ളതൊക്കെ ഞാൻ അറിയുന്നത്. അതെ.